നമസ്കാരം. ഞങ്ങളൊരു രാഷ്ട്രീയ ഡിബേറ്റിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടി. ഡിബേറ്റ് മറ്റൊന്നുമല്ല, കേരളത്തിലെ ഏത് പാർട്ടിയാണ്, ഓരോ പാർട്ടികളുടെ പെർഫോമൻസും എങ്ങനെയാണ് വരാൻ പോകുന്നത്. പക്ഷേ ആ ഡിബേറ്റിൽ ഒരു കൊച്ചുകുട്ടി എണീറ്റ് എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, പിന്നെ ഒന്ന് രണ്ട് ചെറുപ്പക്കാർ കോളേജുമായിട്ട് ബന്ധപ്പെടുത്താൻ. ഞാനും അല്ല ആലോചിച്ചു, ശരിക്കും പിന്നെയാണ് ഇരുന്ന് ആലോചിച്ചത്. ബി ജെ പിയുടെ ആൾട്ടർനേറ്റീവ് ബദലും ബി ജെ പിയുടെ വികസിത കേരളമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ 10-15 വർഷമായി, പ്രത്യേകിച്ച് നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷമാണല്ലോ ബി ജെ പി ഒരു ഹൈപ്പ് ഉണ്ടാക്കിയത് കേരളത്തിൽ. ഒരു 10-12 വർഷമായി, അല്ലെങ്കിലും ഇവിടെ വന്നിട്ടൊരു 10-20 വർഷമായി സജീവമായി വന്നിട്ട്. ഈ 10-20 വർഷക്കാലത്തിനുള്ളതിൽ ബി ജെ പി ഏറ്റെടുത്ത ഒരു സാംസ്കാരിക വിഷയം ഏതാണ് കേരളത്തെ ബാധിക്കുന്ന? സീറോ ആണ്. ഒരു പരിസ്ഥിതി വിഷയം ഏതാണ്? ബിഗ് സീറോ ആണ്. ഒരു സാമൂഹ്യ വിഷയം ഏതാണ്? വീണ്ടും സീറോ ആണ് മാർക്ക്. ഒരു സാംസ്കാരിക വിഷയം ഏതാണ്? സീറോ ആണ്. സ്ത്രീകളെ ബാധിക്കുന്നൊരു വിഷയം ഏതാണ്? ബിഗ് സീറോ ആണ്. കുട്ടികളെ ബാധിക്കുന്ന വിഷയം ഏതാണ്? അതും സീറോ ആണ്. യുവജനങ്ങളെ ബാധിക്കുന്ന വിഷയം ഏതാണ്? സീറോ ആണ്. തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയം സീറോ ആണ്. കടലോരക്കാരുടെ വിഷയം സീറോ ആണ്. റബ്ബർ മുതലാളിമാരുടെ വിഷയം, റബ്ബർ കർഷകരുടെ വിഷയം, മുതലാളിമാരല്ല കർഷകരുടെ വിഷയം സീറോ ആണ്. രാഷ്ട്രീയമായ മറ്റ് വിഷയങ്ങൾ സീറോ ആണ്. അപ്പോഴാണ് മറ്റൊരാൾ ചോദിച്ചത്, സാർ, മനുഷ്യനെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ബി ജെ പി കേരളത്തിൽ സീരിയസ് ആയി ഏറ്റെടുത്ത് അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് പരിഹരിക്കേണ്ട വിഷയങ്ങളുമുണ്ട്, സ്റ്റേറ്റ് പരിഹരിക്കേണ്ട വിഷയങ്ങളുമുണ്ട്, അല്ലാതെ പരിഹരിക്കേണ്ട സാമൂഹ്യമായി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ പിറകിൽ നിന്ന് ആ വിഷയത്തെ സീരിയസ് ആയി അഡ്രസ്സ് ചെയ്തതായിട്ട് പറയാനുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്. മോദിയെ കണ്ടുകൊണ്ട് വരുന്നൊരു ആൾക്കൂട്ടത്തിനൊക്കെ ലിമിറ്റുണ്ട്. അതൊക്കെ വേറെ സംവിധാനം വന്നാൽ, മോദിയുടെയൊക്കെ കാലം കഴിഞ്ഞ സംവിധാനം വന്നാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് പോവുകയും ചെയ്യും. നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനെ വരുന്നവരൊക്കെ സ്ഥിരമായിട്ട് നിന്നോളൂന്ന്. മനുഷ്യനെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ബി ജെ പി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? കുറച്ച് വിശ്വാസവും ശബരിമലയും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ്, പിന്നെ സഭ, ജാതി, മതം, വർഗം, ഗോത്രം, പിന്നെ അങ്ങനെ ഇങ്ങനെ ഔട്ട്റീച്ച്, സോഷ്യൽ ഔട്ട്റീച്ച്, മറ്റേ ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, ഹിന്ദുക്കളെ പിടിക്കുന്നത് എങ്ങനെ, ക്രിസ്ത്യാനികളെ പിടിക്കുന്നത് എങ്ങനെ, ഈഴവരെ പിടിക്കുന്നത്, ഇങ്ങനെ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് പിടിക്കുന്നതല്ലാതെ മനുഷ്യൻ്റെ ക്രിട്ടിക്കലായിട്ടുള്ള, അതിന് ആദിവാസികളുടെ വിഷയത്തിൽ എന്തെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ? ബിഗ് സീറോ ആണ്. പട്ടികജാതി പട്ടികവർഗക്കാരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ? ഇല്ല. ദളിതുകാരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ? ഇല്ല. ഏത് വിഷയമാണ് ഏറ്റെടുത്തത്? ഏത് വിഷയത്തിലാണ് ബഹുജനാഭിപ്രായം കൊണ്ടുവന്നത്? ഏത് വിഷയത്തിലാണ് തുടർച്ചയായി സമരം ചെയ്തത്? ഏത് വിഷയത്തിലാണ് തുടർച്ചയായി ജനങ്ങളോടൊപ്പം നിന്നത്? ഏത് വിഷയത്തിലാണ് ജനങ്ങളെ സംഘടിപ്പിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ബി ജെ പി നാളെ ഇവിടെ അധികാരത്തിൽ വരണമെങ്കിലോ ബി ജെ പിയിൽ ആൾക്കൂട്ടം നിൽക്കണമെങ്കിലോ മറ്റവർ ക്ഷയിച്ചത് കൊണ്ട്, സി പി എമ്മും കോൺഗ്രസും അടിച്ചും പിരിഞ്ഞും ഗ്രൂപ്പ് കളിച്ചും ക്ഷയിച്ചിട്ട് നമുക്ക് വരാം എന്ന് പറഞ്ഞ് ബി ജെ പി ഇരിക്കുന്നത് പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ് എന്നാണ് അവിടെ ആ ചർച്ചയിൽ പങ്കെടുത്ത കുട്ടികൾ പറഞ്ഞു. അവർ ബി ജെ പിക്കാരൊന്നുമല്ല, ഒരു ഒബ്സർവേഷനാണ് പറഞ്ഞത്. പക്ഷേ ഞാനും അത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു. മനോഹരമാണ് ആ ഒബ്സർവേഷൻ. മനുഷ്യരെ ബാധിക്കുന്ന, ഇവിടെ കുറേ ജാതിയും മതവും കുറേ ബീഫിൻ്റെ കഥകളും ലവ് ജിഹാദും അങ്ങനെയൊക്കെയുള്ള ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുന്നതല്ലാതെ മനുഷ്യരെ ബാധിക്കുന്ന വളരെ കൃത്യമായ വിഷയങ്ങൾ, അത് തൊഴിലാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ആരോഗ്യമാകട്ടെ, അല്ലെങ്കിൽ പിന്നെ വരുമാന കാര്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ സാമൂഹ്യ വിഷയങ്ങളാകട്ടെ, പാരിസ്ഥിതിക വിഷയങ്ങളാകട്ടെ, സാംസ്കാരികമായ അധപ്പതനമാകട്ടെ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് കേരളത്തിൽ. സീനിയർ സിറ്റിസൺസിൻ്റെ വിഷയമാകട്ടെ, ഇതേതെങ്കിലും വിഷയങ്ങൾ ഏറ്റെടുത്ത് അഡ്രസ്സ് ചെയ്ത് ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. അന്നും ഇന്നും ഇതിന് ബി ജെ പി ഉത്തരം കണ്ടെത്തുമ്പോഴാണ് ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിൽ പ്രസക്തി വരുന്നത്. അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ ഒത്തിരി ജാതി മതമൊക്കെ കളിച്ച് മറ്റ് പാർട്ടികളെല്ലാം ഈ ഓട്ടത്തിൽ തളരുമ്പോൾ ചിലപ്പോൾ ബി ജെ പിക്ക് ഒരു അവസരം വരുമായിരിക്കും. പക്ഷേ അത് നമുക്കത്ര അങ്ങോട്ട് സീരിയസ് ആയിട്ട് കേരളത്തിൻ്റെ ജാതി മത ഘടന അനുസരിച്ച് അത്ര സീരിയസ് ആയിട്ടത് പറയാൻ കഴിയുന്നില്ല.